തുടരും. ഇപ്പോൾ ടി.പി. ശ്രീനിവാസൻ നമ്മോടൊപ്പം ചേരുകയാണ്. ടി.പി. ശ്രീനിവാസൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ സാധിക്കുന്ന B-2 വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ ഇടപെടലിലേക്ക്, ഈ ചിത്രത്തിലേക്ക് നേരിട്ട് വരാനൊരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനയൊന്നും US-ന്റെ ഭാഗത്തുനിന്നോ ട്രംപിന്റെ ഭാഗത്തുനിന്നോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ അപ്പോഴും പിന്തുണ ഇസ്രായേലിന് തന്നെയായിരുന്നു. ഇപ്പോൾ നേരിട്ട് US ഈ യുദ്ധത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ? അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അത് എത്രത്തോളം വലിയ സാഹചര്യം സങ്കീർണമാക്കും? ഇല്ല, ഇപ്പോഴും ഇസ്രായേൽ അല്ലല്ലോ യുദ്ധം ചെയ്യുന്നത് അമേരിക്ക തന്നെയാണ്. അപ്പൊ അമേരിക്ക ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഭംഗിവാക്ക് മാത്രമാണ്. അവരുദ്ദേശിക്കുന്നത് ഇസ്രായേലിനെ കൊണ്ട് യുദ്ധം ചെയ്തിട്ട് ഏത് അതിർത്തി വരെ ഈ ദിവസം പോകും എന്ന് നോക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ് ആയിട്ടാണ് അവർ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അമേരിക്ക ഈ യുദ്ധത്തിന്റെ പുറകിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവര് ഏത് വെപ്പൺസ് ഉപയോഗിക്കുന്നുള്ളതിനെ പറ്റി തീർച്ചയില്ല. ഈ ബങ്കർ ബസ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു തിയററ്റിക്കൽ ഒരു ആശയമാണ്. ആർക്കും അറിയില്ല അത് എത്ര പോവും, അവിടെ ചെന്ന് അവിടെ അടി താഴെ പോയി അത് പൊട്ടിക്കും, അപ്പോൾ എന്താണ് ന്യൂക്ലിയർ ഫോൾ ഔട്ട് ഉണ്ടാകുക, ഇതിനെപ്പറ്റിയൊന്നും ആർക്കും ഒരു വിവരവുമില്ല. കാരണം ഇതൊരിക്കലും നടന്നിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇവൻച്വാലിറ്റീസ് ആണ്. അമേരിക്കൻസിന് വേണ്ടത് ഇറാൻ ഒരു പുതിയ കരാർ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്, അല്ലാതെ അവരെ നശിപ്പിക്കുക എന്നുള്ളതല്ല. അപ്പോൾ അതിനുള്ള നെഗോസിയേഷൻസ് ഇറാൻ തയ്യാറാണെങ്കിൽ വീണ്ടും ആ ചർച്ചകൾ നടത്തുകയും ലോ ലെവൽ അറ്റാക്കുകൾ നടക്കുകയും ചെയ്യും. പക്ഷെ എനിക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നില്ല അമേരിക്ക ഈ ബോംബേഴ്സ് അവിടെ അയച്ച് ഇപ്പോൾ ഫോഡോ എന്ന് പറയുന്ന ന്യൂക്ലിയർ ഏരിയയിൽ എന്തെങ്കിലും ആക്രമണം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇനിയും ഇത്രമാത്രം ഈ ഇറാനെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നുള്ള അവരുടെ ജഡ്ജ്മെന്റ് അനുസരിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പുതിയതായിട്ട് അമേരിക്ക എൻട്രി ചെയ്യുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആക്യുറേറ്റ് അല്ല. അവരവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ചും കൂടെ ഇന്റൻസിഫൈ ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഇതിൽ നിന്ന് വായിക്കേണ്ടതായിട്ടുള്ളൂ. ഈ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ മുൻപൊക്കെ അമേരിക്കയ്ക്ക് ഇറാനെ ഒറ്റപ്പെടുത്താൻ സാധിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ നില പരിശോധിക്കുമ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ഇറാന് പിന്തുണയുമായി രംഗത്തെത്തുന്ന സാഹചര്യമാണ്. ഇസ്രായേലിനെതിരെ പരസ്യമായി നിലപാടെടുക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തുർക്കി പ്രസിഡന്റ് റജബ് തോയിബ് ഉർദുഗാൻ ഉൾപ്പെടെ ഇറാന് പിന്തുണയുമായി എത്തുകയാണ്. ഇസ്രായേലിനോട് പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയാണ്. റഷ്യയും ചൈനയും ഒക്കെ തന്നെ ഇതേ ആവശ്യങ്ങൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷെ അപ്പോഴും ഇസ്രായേലിന് മേൽ ഒരു സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അത് ഇസ്രായേലിനെ സമ്മർദ്ദം ചെലുത്താത്തത് അമേരിക്ക യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അമേരിക്ക യുദ്ധത്തില്ലായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. അവരെല്ലാ കാലത്തും അതിലുണ്ടായിരുന്നു. പക്ഷെ ഇതെന്താ യുദ്ധം എന്തിനാണ്? ആ കരാർ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യുദ്ധം, അല്ലാതെ ഇറാനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഇസ്രായേലിനെ രക്ഷപ്പെടുത്താനോ ഒന്നുമല്ല. 2015 കരാറിൽ നിന്ന് പിന്മാറിയത് ട്രംപാണ്. അപ്പോ അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ചർച്ചകൾ നടക്കുന്നതിന്റെ ഇടയിലാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തത്. അപ്പോ ട്രംപ് ആ അഗ്രിമെന്റിനെ റിവൈവ് ചെയ്യാൻ തയ്യാറില്ല എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിച്ചത്. അപ്പൊ അപ്പോഴാണ് ഇസ്രായേലിന്റെ അമേരിക്ക നേരിട്ടിടല്ലാതെ ഇസ്രായേലിന്റെ ശക്തി പ്രയോഗിച്ച് എത്രമാത്രം ഇറാനെ ടെസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതായിരുന്നു ഇതുവരെ നടന്നിട്ടുള്ളത്. പക്ഷെ അവരത് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുവെങ്കിൽ നേരത്തെ ഇസ്രായേൽ ചെയ്തത് പ്രയോജനപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ എന്നാലും അവർ യുദ്ധത്തിന് വേണ്ടി, രാജ്യം പിടിക്കാൻ വേണ്ടിയോ നശിപ്പിക്കാൻ വേണ്ടിയോ യുദ്ധം ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അവർക്ക് വേണ്ടത് ഒരു കരാറാണ്. ആ കരാറിന്റെ കാര്യത്തിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളും, ജപ്പാൻ, ചൈനയും റഷ്യയും എല്ലാവരും, ഇന്ത്യ ഉൾപ്പെടെ, നമ്മുടെ ആഗ്രഹം ഇറാൻ പുതിയ ആറ്റം ബോംബ് ഉണ്ടാക്കിക്കൂടാ എന്ന് തന്നെയാണ്. അതാണ് ശ്രമം. അപ്പൊ അതൊരു വലിയ യുദ്ധത്തിലേക്ക് മാറാതെ ആ അഗ്രിമെന്റിനോട് ഇറാൻ എന്ന നിലപാട് അനുസരിച്ച് ഇത് കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും. വളരെ അധികം നന്ദി ശ്രീ ടി.പി. ശ്രീനിവാസൻ നമ്മോട് പ്രതികരിച്ചത്.